ഇതിൽ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ഒരുമിച്ചുള്ള സ്ക്രീൻ ടൈം ഉള്ളത്. കാരണം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ്, സെക്കൻഡ് ഹാഫിലെ കുറച്ച് പരിപാടിയിലോട്ട് കുറച്ച് കടത്തുന്ന ഈ കഥ. അപ്പം അതിൽ ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന മൂമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ കൊടുക്കൽ വാങ്ങലെന്ന് പറയുമ്പോൾ കോമഡിയിൽ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ഇമോഷൻ സീക്വൻസിൽ ചിലപ്പം ജോൺ ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ആയിരിക്കും, അത് ഞാൻ ചിലപ്പോൾ അറിയാതെ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ആയിരിക്കും അത് ക്യാമറ ക്യാപ്ചർ ചെയ്ത്. അങ്ങനെ ഒരുപാട് നാച്ചുറൽ ആയിട്ട് ഒരുപാട് ഡൈനാമിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുക, ഈ 4 പടങ്ങൾ ഞാൻ ചെയ്തത് എന്നെ ഒരു ആക്ടറായിട്ട് ഏറ്റവും യൂസ് ചെയ്ത 2 പടങ്ങൾ കൽബും ഒരെണ്ണം UK ഒക്കെ ആയിരിക്കും. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഹോപ്പ്ഫുള്ളി ഓഡിയൻസും അങ്ങനെ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ശരിക്കും എന്നെ ഒരുപാട് ഒരു ആക്ടറിന്റെ നിലയിൽ എന്നെ യൂട്ടിലൈസ് ചെയ്ത് ചാലഞ്ച് ചെയ്ത ഒരു പടം തന്നെയാണ് UK ഒക്കെ. എനിക്കൊരു സന്തോഷം എന്റെ പേരൻസിനായി എന്താ പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ താങ്കൾ എങ്ങനെയായിരുന്നു ആ ഒരു സന്തോഷം ഈ സിനിമ കാണുമ്പോൾ താങ്കൾക്കാണ് ഉണ്ടാവുന്ന അച്ഛനും അമ്മയ്ക്കായിരിക്കും ഉണ്ടാവുക. എനിക്കൊന്ന് രണ്ടും അവർക്കൊരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. കാരണം ഞാൻ ശരിക്കും ഒരു BTech ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ്, ഞാൻ കഷ്ടിച്ചത് പാസ്സായത്. പക്ഷേ ഡെഫിനറ്റ്ലി അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു രണ്ടുപേരും. ഇത് പറഞ്ഞാൽ ഈ കലാമേഖലയിലൂടെ എനിക്കുള്ള ഒരു പാഷൻ, അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് നിലവിൽ എത്താൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു തിരിച്ചറിവ് കാരണമേ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇത് പെർസ്യൂ ചെയ്യാൻ ഒരു മേഖല കിട്ടിയത്. സോ അത് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ ഞാൻ ഒരിക്കലും ഞാനത് ഗ്രാജുവേറ്റ് എടുക്കത്തില്ല. ഏത് പഠനം ചെയ്ത് ഞാൻ എൻ്റെ ബെസ്റ്റ് എഫേർട്ടാണ് പുട്ട് ചെയ്യുന്നത്. ഇതുവരെ നല്ല സ്വീകരണം കിട്ടിയത്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് വിശ്വസിക്കുന്നു. സോ നോക്കാം. അതെ, ഉറപ്പായിട്ടും. അതെ, ഇത് ശരിക്കും ഈ പടം മൊത്തം ഒരു കോമൺ മാൻ്റെ സ്ട്രഗിൾസ്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും ഒരുപാട് അനുഭവങ്ങളും ഇത് ഇന്ന് കാണാൻ പറ്റുമെന്ന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക്. അല്ല, ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ പുള്ളി ശരിക്കും അച്ഛന് വേണ്ടി ജീവിക്കുന്ന ഒരു മോനാണ്. കാരണം അച്ഛന്റെ സ്വപ്നങ്ങൾ വേണ്ടി ജീവിക്കുന്ന ഒരു മോനാണ്. അപ്പോഴത്തേക്ക് പക്ഷെ പുള്ളിന്റെ ഉള്ളിലൊരു ഫയർ ഉണ്ട്. അത് പുറത്ത് പറയാൻ ഒരു ധൈര്യമല്ല. പക്ഷെ ആ സമൂഹം പുള്ളിനെ അനുവദിക്കുന്നില്ല. കാരണം പുള്ളി എന്തോ അടക്കി പിടിച്ച് ജീവിക്കും അച്ഛന് വേണ്ടി. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആർക്ക് കാണുന്നത്. കാരണം ഇപ്പൊ പുള്ളിക്ക് എന്തായാലും ഇത് നേടിയാലേ പറ്റത്തുള്ളൂ. അതാ ആ ക്യാരക്ടർ ആർക്ക്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എന്ന് പറഞ്ഞാൽ കോളേജ് കഴിഞ്ഞിട്ട് ഞാനൊരു ആക്ടർ ആവണമെന്ന് പറഞ്ഞപ്പോൾ അവരെ ശരിക്കും പറഞ്ഞപ്പോൾ നീ ഒരു ഡിഗ്രി എടുക്കും, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറ്റുന്നതിനെ നീ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അത് എൻ്റെ അതിൽ ഇത് ഓഡിയൻസ് തീരുമാനിക്കുന്ന നീ നിലനിൽക്കണോ വേണ്ടതാണ്. പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്ന അത്ര സപ്പോർട്ട് ചെയ്യാം, നീ പോയി ചെയ്ത് നോക്കുന്ന പറഞ്ഞൊരു സപ്പോർട്ടായിരുന്നു. ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ ശരിക്കും ഇതിൽ ഇറങ്ങി തിരിച്ചത്.